ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ടൈം ഡെയിലി ഡിസൈൻസ്. ബുള്ളറ്റ് നോട്ട് വെച്ചിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്ലവർ ചെയ്ത് നോക്കിയാലോ. അത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ആങ്കർ ത്രെഡാണ്. നമ്മൾ ഒരുപാട് ത്രെഡ് വെച്ച് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഞാൻ ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡാണ് കേട്ടോ ആങ്കർ ത്രെഡ് എന്ന് പറയുന്നത്. ഒന്നിന് 10 രൂപയാണ് കേട്ടോ വരുന്നത് റേറ്റ്. ആദ്യം തന്നെ നമ്മളത് പേള് വെച്ചിട്ട് ജസ്റ്റ് ഒരു അതിൻ്റെ റൗണ്ട് ഫ്ലവറിൻ്റെ നടുവിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പേളാണ് കേട്ടോ വെക്കുന്നത്. നമുക്ക് പേളിന് പകരം വേണമെങ്കിൽ ഫ്രഞ്ച് നോട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചൂസ് ചെയ്യുന്നവർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു പേളാണ് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ഇതേ നമ്മൾ ബുള്ളറ്റ് നോട്ട് വെച്ച് സാധാരണ നമ്മൾ ബുള്ളറ്റ് നോട്ട് ഫ്ലവർ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഫ്ലവറും ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ചാൽ വ്യത്യാസം ഉണ്ടതാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ചുറ്റിയെടുത്തതിന് ശേഷം കുറച്ച് കൂടുതലായിട്ട് ചുറ്റിയെടുക്കണം കേട്ടോ. ഇതുപോലെ കിട്ടണേ. നമ്മൾ ബുള്ളറ്റ് നോട്ട്സ് ചെയ്യുമ്പോൾ നമ്മൾ പതിച്ചാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കയറ്റി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബുള്ളറ്റ് നോട്ട്സിന് നമ്മൾ ചെറുതായിട്ടുള്ള ചുറ്റുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഫ്ലവറിന് നമ്മൾ ഒരുപാട് ചുറ്റുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളൊരു ഇത് തുന്നിയതിന് ശേഷം അതിൻ്റെ നടുവിൻ്റെ ഭാഗത്ത് നിന്നാണ് കേട്ടോ അടുത്തത് ചുറ്റുന്നത്. അങ്ങനെ 4 ലെയറായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ക്ലിയർ ആയിട്ട് കണ്ടു നോക്കണേ. ഓരോന്ന് ചുറ്റിയെടുത്തിട്ട് ഇതുപോലെ വലിച്ചെടുത്തിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് മേലോട്ട് വലിച്ചെടുത്ത് ഇതുപോലെ ലൂസാക്കി കൊടുത്തിട്ട് വേണം കേട്ടോ താഴത്തോട്ട് സൂചി കുത്തി ഇറക്കാൻ. ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നടുവിലെ ഭാഗത്ത് നിന്ന് അടുത്ത സൂചി കുത്തി ഇറക്കിയതിന് ശേഷം വീണ്ടും എവിടെയാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും സൂചി ഇറക്കിയിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കുക കേട്ടോ. അത്യാവശ്യം ചുറ്റുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ലൂസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ബുള്ളറ്റ് നോട്ട്സ് ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് ചെയ്തിട്ട് പതിച്ചാണ് ചെയ്യാറുള്ളത്. ഇത് ലൂസായിട്ട് ഇതുപോലെ നന്നായിട്ട് വലിച്ച് മേലോട്ട് വലിച്ചെടുത്തിട്ട് ഇതുപോലെ കേട്ടോ. എന്നിട്ട് എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത് അത് കുറച്ച് ഇവിടേക്കായിട്ടാണ് കേട്ടോ സൂചി അത് കുത്തി ഇറക്കേണ്ടത്. ഇതെനിക്ക് കസ്റ്റമർ റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്യാൻ. അതിലൊരു 3 ലെയറേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഒന്നും കൂടി സ്യൂട്ടായിട്ട് തോന്നിയത് 4 ലെയറെങ്കിലും വേണം, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ 4 ലെയറാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. 3 ലെയറിനേക്കാളും ഭംഗി 4 ലെയർ ആയതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം, പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം ഓരോ രീതിയിലാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലായിട്ടുള്ള ഇഷ്ടങ്ങളിൽ മാറ്റം വരുത്തിയിട്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഒക്കെ ചെറുതായിട്ടൊരു ബ്ലറിങ് വരുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എടുത്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. ചെറുതായിട്ട് അത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെറൈറ്റി ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. പിന്നെ ഈ ഫ്ലവർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ബുള്ളറ്റ് നോട്ട്സിനേക്കാളും വളരെയധികം സിമ്പിളാണ്. പിന്നെ അതുപോലെ ലുക്കിലും തന്നെ നല്ല ഹെവിനെസ് തോന്നിക്കുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. ഏത് തുടക്കക്കാർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.